കൃപാസനം പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ ചേറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ ഉടനീളം അങ്ങ് സന്നിഹിതനാകണമേ. അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നൽകണം. എല്ലാ കുടുംബങ്ങളിലും ഉള്ളതിനായിട്ട് കൂടുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, നല്ലവനായ ഈശോയെ, നോൻപിന്റെ ദിവസങ്ങളിലെ ഞങ്ങൾ കൂടുന്ന ആരാധനയില് പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ കുരിശു മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മയാത്ത മുദ്രകള് ഞങ്ങളുടെ ഹൃദയത്തില് പതിപ്പിച്ചുറപ്പിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, നിന്റെ തിരുവിലാവിൽ ഒഴുകുന്ന രക്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്ന ആ മുറിവിനാൽ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. മർക്കോസിന്റെ സുവിശേഷം 9:23-24 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ അതീത വിശ്വാസമായി, അഭിഷേക വിശ്വാസമായി, അധികാര വിശ്വാസമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എന്റെ ഉള്ളിൽ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരചരണങ്ങളിലെ പഴുതുകള് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് പോലെ ഞങ്ങളുടെ പ്രത്യാശയെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോയെ, അങ്ങയുടെ തിരുശിരസ്സിൽ അണിയുന്ന മുൾക്കിരീടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ആ മുൾക്കിടത്തിന്റെ കർത്താവേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ആരാധന യേശുവേ, ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധന സ്തുതി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ചമ്മട്ടിയടിയേറ്റ അങ്ങയുടെ തിരുമേനിയിലെ എല്ലാ പാടുകളെയും അടിയങ്ങൾ വിട്ട് ആരാധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പാടുകളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, സമർപ്പണത്തിന്റെ വരങ്ങളാൽ നിറക്കണമേ, അഭിഷേകം ചെയ്യണമേ. ദൈവമേ, പിലാത്തോസിന്റെ കൊത്തളം മുതലേ വരെ നടന്നു നീങ്ങിയ രക്തമണിഞ്ഞ ദൈവസ്നേഹത്തിന്റെ ശാഖര പാദമുദ്രകളെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പാദമുദ്രകൾ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, അന്ത്യത്താഴ വേളയിലെ എന്റെ ഇടനെഞ്ച് നുറുങ്ങി വേദനയോടുകൂടി അന്ത്യത്താഴ ബലിയർപ്പിച്ച നിമിഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ ദൈവസ്നേഹം തിരിച്ചറിയുവാനുള്ള പ്രത്യേക അനുതാപ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ, ഞങ്ങളെ ഉയർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐസിയായുടെ തിരുവചനങ്ങള് 42-ാം അധ്യായം 16-ാമത്തെ വാക്യങ്ങളിലൂടെയാണ് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്നത്. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവിടെ മുമ്പിൽ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശത്തെ നിരപ്പാക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവവചനത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെ ഗതി പിടിക്കുമെന്ന് നമുക്ക് ഒരു എത്തുപിടി ഉണ്ടാകത്തില്ല. ചില സമയത്ത് നമുക്ക് അതിൻ്റെ മുമ്പിൽ നമുക്കൊരു വഴിയില്ല. അതിനെ ഹൗ ടു ഡു ഇറ്റ് വി ഡോണ്ട് നോ, അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായത്, യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം, നല്ല സാക്ഷ്യമാണ്. ഒരു ചേച്ചി, അവന് ആറ്റിറമ്പത്താണ് വീട് കൊണ്ട് വെച്ചിരിക്കണത്. ഇപ്പം നമ്മൾ പൊന്മാൻ ആറ്റിറമ്പിൽ മുട്ടയിടുന്നത് കണ്ടിട്ടുണ്ടല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒക്കെ പോവും. ഇതെങ്ങനെയല്ല, CRZ പ്രോബ്ലമാണ്, CRZൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇവർക്ക് പഞ്ചായത്തിന് നമ്പർ കിട്ടത്തില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. അതുതന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവർ പല പ്രാവശ്യം 7-8 പ്രാവശ്യം പഞ്ചായത്ത് ചെല്ലും. അത് പറയും ഇത് CRZൻ്റെ പരിധി നിൽക്കുന്നതാണ്. അപ്പോൾ പുഴകളും ബാധകമാണ്, CRZൻ്റെ ഉള്ളിലുള്ളതാണ്. ഉപ്പുവെള്ളം എവിടം വരെ കയറുന്നു, അതാണ് അതിൻ്റെ നിയമം. ഉപ്പുവെള്ളം കടലിൽ നിന്ന് എവിടം വരെ കയറുന്നു, വേലിയേറ്റം എവിടം വരെ ഉണ്ടാകാൻ പോകുന്നു,
അതെല്ലാം CRZ പരിധിയിലുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അതൊന്നും അറിയത്തില്ല. ഈ പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ടോ, ഇവിടം വരെ കയറുന്നുണ്ടോ, എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അവർ വീട് വെച്ച് അവരുടെ സ്ഥലം അവർക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാ പ്രശ്നം. അവർക്ക് സ്ഥലം അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ വീട് വെച്ചു. അപ്പോൾ CRZ പരിധിയിൽ നിന്ന് 1-2 മീറ്റർ അകത്ത് കയറിപ്പോയി. ഇപ്പം എന്നെ കുഴപ്പമായി, മൊത്തം കുഴപ്പമായി. എന്താ കുഴപ്പം? അവർക്ക് നമ്പർ കിട്ടണില്ല. അവർ പലരെയും വിളിച്ച് സംസാരിച്ചു, പക്ഷെ അങ്ങനെ സംസാരിച്ച തീരുന്ന വിഷയമില്ല. ഇത് ഇവിടുന്ന് ടേക്കപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു CRZ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ ചെന്നിട്ട് ചില ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട് തരാൻ പറ്റുന്നത്. പക്ഷേ ഇവർക്ക് ആ ലൂപ്പ് ഹോൾ ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും. കാര്യം അതിൻ്റെ അപ്പുറത്തിപ്പുറത്തും വീടുണ്ടാകണം, അത് നേരത്തെ ഉള്ള വീടുകളായിരിക്കണം, അവർ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്തായിരിക്കണം. അങ്ങനെ കുറേ റെഗുലേഷൻസ് അവരുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും? വഴിയില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇവർ, വഴിയുണ്ടോ, ഇതിന് വല്ല വഴിയും കിട്ടുമോ, ഇത് കിട്ടുമോ ഞങ്ങൾ. എന്താ വെച്ചാൽ നമ്പർ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പറ്റും? ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല. ഇലക്ട്രിസിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടത്തില്ല, ചെപ്പാൻകുടി വെള്ളമാകും. ഒരു പരിപാടി അവിടെ നമ്പറില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ബ്ലോക്കാണ് ശരിക്കും. പുതിയ വീടുമാണ്, വേറെ സ്ഥലവും ഇല്ല, ഉണ്ടായ കാശും പോയി. അപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ച് വഴിമുട്ടി ഇങ്ങനെ ഗതിമുട്ടി നിൽക്കും. അപ്പോൾ അവരുടനെ കൊണ്ടുവന്ന് എന്താ ചെയ്യണത്? അവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ഉടമ്പടി ഹെവി ഡ്യൂട്ടി പ്രെയറാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഉടമ്പടി ഇന്ന് നിലവിൽ സഭയിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റ്. ഉടമ്പടിയുടെ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകും. അത് 1-2 ഒരു 6000-6500 സാക്ഷ്യങ്ങൾ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 10,000 സാക്ഷ്യം അപ്പ് ചെയ്യാതെ ഇവിടെ കൃപാസനത്തിൽ ഇരിപ്പുണ്ട്. കാര്യം ഇത് സാധാരണഗതിയിൽ ഞങ്ങൾ ഒരു A ക്ലാസ് സാക്ഷ്യങ്ങളാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. ബാക്കി കുറേ സാക്ഷ്യങ്ങളുണ്ടായി. ആൾക്കാർക്ക് കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ട് അവർക്ക് സമാധാനം കൂടുതൽ പറഞ്ഞു വിടും. പക്ഷെ അതൊന്നും അപ്പ് ചെയ്യത്തില്ല. കാര്യം ഉടമ്പടി അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ടാകണം. അത് ടൈം ഷോർട്ട് ചെയ്യണം, സ്പേസ് ഷോർട്ട് ചെയ്യണം, പിന്നെ ഡോട്ട് ബൈ ബെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണം. കുറേ കാര്യങ്ങളുണ്ട്. ഉടമ്പടിയുടെ സാക്ഷ്യമാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ഉടമ്പടി ഫീച്ചേഴ്സുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കണം, ഇതുപോലെ നോട്ട് നോൺ ആയിരിക്കണം, എന്നുവെച്ചാൽ അജ്ഞാതമായിരിക്കണം. ഇതിൻ്റെ വഴികളൊന്നും അജ്ഞാതമായിരിക്കണം, ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള സാക്ഷ്യങ്ങളിൽ ഇപ്പോൾ ഈ ചേച്ചി വന്ന് ഉടമ്പടി ചെയ്തു. ഇപ്പം നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നീ ഒരു അവിശ്വാസി അല്ല എന്ന് ആദ്യം ദൈവദൃസന്നിധിയിൽ പ്രഖ്യാപിക്കണം. നീ ക്രിസ്ത്യാനിയാകാം, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണ് പോണത്. പക്ഷേ ലിസ്റ്റിലില്ല നീ. അതാണ് ഒരു പ്രശ്നം. എല്ലാ ക്രിസ്ത്യാനിക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അവർ ഞായറാഴ്ച പള്ളിയിൽ പോകും, ഞായറാഴ്ച പള്ളിയിൽ പോകും, അവർ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, കുടുംബ പ്രാർത്ഥന ചെല്ലും. പക്ഷേ വിശ്വാസികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിൻ്റെ പേര് ഉണ്ടാകത്തില്ല. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? വിശ്വാസികളുടെ ലിസ്റ്റിലില്ല. കാര്യം വിശ്വാസികളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫെഡായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലിസ്റ്റിലില്ല. അത് ഭയങ്കര സങ്കടകരമായ പ്രശ്നമാണ് അല്ലേ. നമ്മൾ ശരിക്കും പഠിക്കും അല്ലേ, നന്നായിട്ട് പരീക്ഷ എഴുതും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആ ലിസ്റ്റിലില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം വി വിൽ ഗെറ്റ് ബോയിലിംഗ് ഇൻസൈഡ്. നമ്മളിങ്ങനെ തിളച്ച് മറിയും. അതെന്താ പ്രശ്നം വെച്ചാൽ ലിസ്റ്റില്ലാത്തതിന് കാരണമാണ്. ഇപ്പോൾ തന്നെ അതറിയണമെങ്കിൽ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മുടെ റേറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ പേര് തോമസ് ആണ് അല്ലേ, അറിയാം. എന്തെങ്കിലും ക്രിസ്ത്യൻ ക്ലാസിക് നെയിം തന്നെ ഇടുന്നവരുണ്ട് ഇപ്പോഴും.
ക്രിസ്ത്യൻ ക്ലാസിക്കൽ നെയിം തന്നെ ഇടുന്നവരുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പോകുന്നവരൊക്കെയാണ്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ലിസ്റ്റിലുണ്ടാകത്തില്ല. അതെന്താ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റ് വിശ്വാസികളുടെ ലിസ്റ്റിൽ ഇല്ലെന്ന് തന്നെയല്ല പ്രശ്നം, അവിശ്വാസികളുടെ ലിസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഞെട്ടണത്. നമ്മൾ നിന്തളം പറഞ്ഞു പോകും. കാര്യം വിശ്വാസികളുടെ ലിസ്റ്റിലായി ഇല്ല, അവിശ്വാസികളുടെ ലിസ്റ്റിൽ നിന്നല്ല വെട്ടിപ്പും മേനയുമായിട്ട് കിടപ്പുണ്ട് അവിടെ പേര് അവിശ്വാസിയായിട്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അബോധ മനസ്സ്, നമ്മൾ ബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കും, പക്ഷേ അബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കത്തില്ല. ഇതൊരു ആത്മീയ അപകടമാണ്. എന്താണ് നമ്മുടെ അതായത് നമ്മൾ ഈ നോൻപ് കാലത്ത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണത് നല്ലതാണ്. എന്നാൽ ബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കും, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കണില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം. ചേച്ചി ഇവിടെ 7 പ്രാവശ്യം അവർ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നല്ല ട്രിവാൻഡ്രം പോലും കിട്ടത്തില്ലെന്ന് സെക്രട്ടറി കട്ടൻഡൻ്റായിട്ട് പറഞ്ഞു. ഇത് പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴവരൊന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണമല്ല പ്രശ്നം, ചെയ്യണോടുകൂടി ചിലപ്പോൾ നിൻ്റെ ഇത്രയും നാളുള്ള മാർക്കെല്ലാം നെഗറ്റീവ് മാർക്കായി പോകും. ഉടമ്പടി ചെയ്യുമ്പോഴുള്ള സൂക്ഷിച്ച് ചെയ്യാൻ പോണ ഒരു വിഷയമാണ്, പലർക്കും പറ്റാതുണ്ട്. അത്രയും നാൾ നീ ഇട്ടിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, ആ മാർക്ക് ചിലപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ 6 കാര്യം നമുക്ക് വെക്കാമല്ലോ. 6 കൽപ്പരണി അനുസരിച്ചാണ് 6 കാര്യങ്ങൾ. കനയിലെ കല്യാണ കുടുംബത്തിൽ സംഭവിച്ച ദൈവിക ഇടപെടലിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം, ഈ ചേച്ചി ആ കാര്യത്തിൽ കുറച്ചുകൂടി ജ്ഞാനവരമുള്ള ചേച്ചിയാണ്. ജ്ഞാനവരം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസിയായാലും അതൊരു ശരിക്കും ഒരു കിൻഡർ ഗാർട്ടൻ ABCD ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രൈമറി ലെവലിലുള്ള പവറാണ് നമുക്ക് വിശ്വാസിയാകുമ്പോൾ കിട്ടണത്. പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ വിശ്വാസം ജീവിക്കണമെന്നുണ്ടെങ്കിലും വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ജ്ഞാനവരം വേണം. ജ്ഞാനവരം എന്ന് പറയണത് ഈ സിംഗിൾ ഇൻസിഡൻറ്റിനെ കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനും അറിയാം. പരിശുദ്ധാത്മാവ് നമുക്ക് ലിങ്ക് ചെയ്ത് തരണം, ദൈവം ഇങ്ങനെ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾക്കത്. ഇപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർ ഉടമ്പടിയിൽ ആദ്യം തന്നെ വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് ആദ്യം തന്നെ ഇതെഴുതി. ഫസ്റ്റ് ടൈം എനിക്ക് നമ്പർ കിട്ടണില്ല, CRZ ഉള്ളിലാണ് എൻ്റെ വീട് നിൽക്കണത്, എനിക്ക് നമ്പർ മാതാവ് വാങ്ങിച്ചു തരണം, അതാണ് സംഭവം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 2 or 3 ആയിട്ട് എഴുതേണ്ട ചില വേറെ ആൾക്കാർ വരുവാണെങ്കിൽ അവർ 2 or 3 പ്രാവശ്യം സെക്ഷനിൽ ഇത് എതിർത്തുള്ളൂ. എന്താ കാര്യം, ഇത് കിട്ടാൻ സാധ്യത കാര്യമില്ല. പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തത് കിട്ടിയില്ലെന്ന് വരുമല്ല, മാതാവിന് എന്തിനാ പണിയുണ്ടാക്കണം വിചാരിച്ചുകൊണ്ട് നീ പമ്മിയിട്ട് സാധനം വെക്കും. അവിടെയാണ് നമ്മളെ ഏത് പൊസിഷൻ. ഇപ്പം നിങ്ങൾക്ക് ഭർത്താവിന് ക്യാൻസറാണ് എന്ന് വിചാരിച്ചോ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് 4th സ്റ്റേജാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണ്, 5 മാസമാണ്. അപ്പോൾ 3 സ്കാനിങ് കഴിഞ്ഞപ്പോഴും 3 സ്ഥലത്തു നിന്ന് കിട്ടിയ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോഴും കുട്ടിയെ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. പക്ഷെ അവർ 5 മാസം ഇങ്ങനെ ചുവന്നുണ്ടാക്കുമ്പോൾ കൊച്ചുമായിട്ട് അവർക്ക് അമ്മയ്ക്ക് അറ്റാച്ച്മെൻ്റായിപ്പോയി, ഭയങ്കര ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻ്റായി. അപ്പോൾ അവർ കുട്ടി എന്ത് ഡൗൺ സിൻഡ്രോം ആണെങ്കിലും എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞാലും അവർ കുട്ടിയെ കൊല്ലാൻ തയ്യാറല്ല. അവർ പറയണത് കർത്താവ് എനിക്ക് കൊച്ചിനെ തരും, അല്ലെങ്കിൽ ഞാൻ അമ്മയെടുക്കുന്ന കൊച്ചിനെ വാങ്ങിക്കുമെന്ന് പറയും. അത് അവരുടെ ഒരു നിലപാടാണ്. അവർ വിശ്വാസിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം അവരെ വിശ്വസിക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കരുണ, ദൈവത്തിന് ഒന്നും അസാധ്യമില്ലല്ലോ. ഇപ്പം അമ്മമാതാവിൻ്റെ അടുത്ത് അമ്മമാതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം എന്ന് പറയണത്? ഇതെങ്ങനെ
സംഭവിക്കും എന്ന് ചോദിക്കും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കും. അപ്പോഴേ അമ്മ മാതാവ് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഇതുപോലൊരു ദുർഘടഘട്ടം വരുമ്പോൾ നമ്മൾ ചോദിക്കും ദൈവത്തോട്, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കുമ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കട്ടൻ്റെയായിട്ട് ക്ലിയർ കട്ട് മറുപടിയുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുക. അതൊരു പ്രൊവിഷനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ ഒരു വാതിലാണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഒരു വിഷയത്തിനും ഇവിടെ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല. അതാണിത്. എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾക്കെല്ലാം പരശതം കോടി ജനങ്ങൾക്ക് വേണ്ടി അമ്മ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴതിന് മറുപടി എന്താ പറയണത്? മറുപടിയുണ്ട്. അത് കാത്തിരുന്ന് കാണുക അങ്ങനെയൊന്നുമല്ല പറയണത്. അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഉത്തരം ദൈവത്തിനില്ല. ദൈവം പറയണത് ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്ത് പിന്നെ എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി. ഇപ്പം മനുഷ്യൻ്റെ ശക്തിയല്ല അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. പിന്നെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇത് പറഞ്ഞോടുകൂടി അമ്മയ്ക്ക് ക്ലാരിഫിക്കേഷനായി, പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള മറുപടിയായി. എന്താ പ്രശ്നം വെച്ചാൽ അമ്മ സമയമെടുക്കാതെ, അവിടെയാണ് പ്രശ്നം. പ്രത്യുത്തരത്തിന് സമയമെടുക്കുന്നതാണ് പ്രോബ്ലം. ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണോ അല്പവിശ്വാസിയാണോ എന്നൊക്കെ അറിയണത് എന്തുമാത്രം ടൈം നീ എടുത്തു എന്നുള്ളതാണ്. ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസിക്കാൻ എന്തുമാത്രം സമയമെടുത്തു. അമ്മ നോ ടൈം എടുത്തു. നോ ടൈം, വിത്തിൻ നോ ടൈം അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ആ ടൈം അവിടെയാണ് വിഷയം വേണ്ടത്. എന്ത് പറഞ്ഞു എന്നല്ല പറയണത്, എപ്പോൾ പറഞ്ഞു, അതാണ് വിഷയം. അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. വിശ്വാസികളാണെങ്കിൽ ഇത് നമുക്കറിയാമല്ലോ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ വർക്കാണത്. അല്ല ഇമോഷണലായിട്ടുള്ള ഒരു കസ്തറക്കം എന്നൊക്കെ പറഞ്ഞ് ഭാഷാപരം പ്രാർത്ഥിച്ചാൽ വളഞ്ഞ് കുത്തി ട്രാൻസ് അടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമല്ല. ക്രിസ്ത്യൻ ലൈഫ്, ദൈവത്തോടുകൂടിയുള്ള ലൈഫ് എന്ന് പറയുന്നത് അത് ഇൻ്റലക്ച്വൽ ലൈഫാണ്. വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം വിത്തിൻ നോ ടൈം അമ്മ പറഞ്ഞു. എന്ത് പറഞ്ഞു? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. പെട്ടെന്നാണ് പറഞ്ഞത്. അത് അടുത്ത ആഴ്ച പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിപ്പോയേനും, 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിപ്പോയേനും. എൻ്റെ മക്കളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേക്കണം ദൈവത്തിൻ്റെ കാര്യം. പെട്ടെന്ന് പറയണത് സമയം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഓർത്തും ഉണ്ടും ഉറങ്ങി എഴുന്നേറ്റും ഒക്കെ 2 കോട്ട് ബാഗ് ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാതൊക്കെ പറഞ്ഞാൽ തീർന്ന്. ടൈമാണ് വിശ്വാസത്തിൻ്റെ വിഷയം. ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൈം ഈസ് ഫെയ്ത്ത്. ടൈം ഈസ് മണി എന്ന് പറയത്തില്ലേ ബിസിനസ്സുകാർ, അതുപോലെ തന്നെയാണ് വിഷയം. ടൈം ഈസ് ഫെയ്ത്ത്. പെട്ടെന്ന് പറയണം. അതായത് ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം എന്ന് ചോദിക്കണില്ലേ? അത് ചോദിക്കണം. ഈശോ ചോദിക്കും അല്ലേ? ഈശോ ചോദിക്കണം. എന്താ ചോദിക്കണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് പറ്റിയത്? പറഞ്ഞേനെ. പൗലോസ്, അവിടെ പത്രോസ്, അവിടെ അന്ത്രയോസുണ്ട്, ഫിലിപ്പുണ്ട്, എല്ലാ യാക്കോബ് അണ്ണന്മാരെല്ലാം ഉണ്ട് അവിടെ. പക്ഷേ ഇവർ പറയാൻ ടൈം എടുത്തു. അവർ പറയാൻ ടൈം എടുത്തു. അപ്പോൾ പത്രോസ് പെട്ടെന്ന് കയറി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവർ പറയുമ്പോൾ പത്രോസ് അവരൊക്കെ പറയുമായിരുന്നു കൃത്യമായിട്ട്, പക്ഷേ അവർക്ക് ഒരാഴ്ച വേണ്ടി വരും, അത്രേ ഉള്ളൂ. അവരെൻ്റെ തിയോളജിയൊക്കെ പഠിച്ച് നാട്ടുകാരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഈശോ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈശോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ മറുപടി പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അന്ത്രയോസൊക്കെ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഡിസ്കഷൻ എന്ന് വെച്ചാൽ ടൈം എടുത്തവർ ടൈം എടുത്തു. പത്രോസിന് ടൈം എടുക്കണില്ല. ടൈം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വിഷയമാണെങ്കിൽ അവർ ടൈം എടുക്കും, വിശ്വസിക്കാൻ ടൈം എടുക്കും.
ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ റെഡിമെയ്ഡ് ആയത് കാരണം ടൈം എടുക്കത്തില്ല. പത്രോസ് പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്. പിന്നെ എങ്ങനെ? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ടൈമൊന്നും എടുത്തില്ല, പെട്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇത് മാനുഷികമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല നടന്നിരിക്കുന്നത്. എൻ്റെ പിതാവാണ് നിനക്കിത്. 16 മത്തായിയുടെ സുവിശേഷമില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 18ാമത്തെ വചനം വായിച്ചോളൂ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ. പത്രോസിന് ദൈവം ഒരു പണിക്ക് എടുത്തിരിക്കുകയാണ്. വേറെ ഇപ്പം മറ്റേ പണിക്കാരൊക്കെ എല്ലാം ആ കല്ലെല്ലാം ഉപേക്ഷിച്ചു. ഇവിടെയാണ് വിഷയം വരുന്നത്. ദൈവം പറഞ്ഞു, നീ ഒരു ഉറച്ച പാറയാണ്. ഉടനെ ദൈവം അവനെ എടുത്തു. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് നമ്മളെടുക്കുന്ന സമയം, അമ്മ സമയം എടുത്തിട്ടില്ല, പത്രോസ് സമയം എടുക്കണില്ല. ഫെയ്ത്ത് ഈസ് എന്ന് പറയുന്നത് ടൈമാണ്. അതായത് നമ്മൾ ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെ ടൈം ഈസ് ഫെയ്ത്ത്. വിശ്വാസത്തിന് നമ്മൾ സമയമെടുക്കരുത്, പെട്ടെന്ന് പ്രഖ്യാപിക്കണം. എല്ലാ വിഷയവും അങ്ങനെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് മറ്റവരോട് ചോദിച്ചു, അങ്കിളിനോട് ചോദിച്ചു, മറ്റവരോട് അയൽവാസിയോട് ചോദിച്ചു. ഇങ്ങനെ ഓരോ ദൈവികമായ തീരുമാനങ്ങൾക്ക് ചുറ്റും നടന്ന് നാട് മുഴുവൻ ചോദിച്ചു വരുമ്പോൾ തന്നെ സംഭവം കുളവാകും. പിന്നെ കാര്യമില്ല, ആ സാധനം ആറിപ്പോയി. അതായത് നീ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിലെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിന് നീ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ 5 മാസം പ്രായമുണ്ട് ഡോക്ടർ പറഞ്ഞ് കളയണമെന്ന് പറഞ്ഞില്ലേ, 3 ഡോക്ടർമാരോട് പറഞ്ഞ് കളയണമെന്ന്. പക്ഷെ അവർ റെഡിയല്ല. അവരൊറ്റ പറഞ്ഞത്, ഞാൻ അമ്മയോട് ഈ കുട്ടിയെ വാങ്ങിക്കും. പിന്നെ അമ്മ എന്ത് വിചാരിച്ചാൽ അമ്മ പൂർണ്ണ ആരോഗ്യത്തിൽ തന്നാൽ അത്രയും നല്ലത്. അല്ല, പിന്നെ അമ്മ എന്താ വിചാരിക്കണം അത്. പക്ഷെ തീരുമാനം പെട്ടെന്നാണത്. അവളുടെ തീരുമാനം പെട്ടെന്നാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നല്ല സുന്ദരം കുട്ടി, സ്കാനിങ്ങിൽ എന്തെല്ലാം പ്രശ്നം കണ്ട വെച്ചാണത്. പക്ഷേ ദൈവം ഈ ഗർഭപാത്രത്തിൽ ദൈവത്തിന് സമയമുണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ ഇവിടെ വിശ്വാസം പ്രഖ്യാപിച്ച ഒരു കൊച്ചിനെ കൺവേർട്ട് ചെയ്യും. എന്താണ്? വൈകല്യങ്ങളിൽ നിന്ന് വൈകല്യമില്ലായ്മയിലേക്ക് കൊച്ചിനെ കൺവേർട്ട് ചെയ്യും. ഇത് ഒരു സീരിയസ് വിഷയമാണ്. നിങ്ങളൊന്ന് സീരിയസിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ സമയമെടുക്കാതെ ഉടൻ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ, പരിശുദ്ധ പത്രോസിനെ പോലെ എനിക്ക് അഭിഷേകം നൽകണമേ, എനിക്ക് അഭിഷേകം നൽകണമേ. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം വെച്ച് വരുന്നത് 17 വായിച്ച 16-17 മത്തായി ശ്രീഹാസുവിശേഷം 16-17 ശ്രദ്ധിക്കട്ടെ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായത് ഇവിടെ വരുന്ന വിഷയം, ഒരു വിശ്വാസിയാണെങ്കിൽ ദേവപിതാവിൻ്റെ ഇടപെടലുകൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് ആയിരിക്കും ചിലപ്പോൾ. പണ്ട് പോലെ ഇങ്ങനെ ചില പാരമ്പര്യ ട്രഡീഷണൽ വിശ്വാസിയായിട്ട് ഈ നമുക്ക് എപ്പോഴും പ്രശ്നം ട്രഡീഷണൽ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാലും ഈ വിശ്വാസമൊക്കെ നമ്മുടെ പേരിലാകണ്ടേ. അപ്പൻ്റെ പേരിലാണ് പ്രമാണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കതുകൊണ്ട് ലോണ് പോലും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. കാര്യം എന്താണ്? അതെല്ലാം നമ്മുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് ടാക്സ് റെസിപ്റ്റ് മേടിക്കണം. അപ്പോഴാണ് വിശ്വാസം നമ്മുടെ പേരിലാകണത്. അപ്പൻ്റെ പേരിൽ നമുക്ക് വിശ്വാസം കിട്ടിയിരിക്കണം അല്ലേ? അപ്പനോ അമ്മയൊക്കെ അല്ലേ നമുക്ക് വിശ്വാസം തന്നിരിക്കണത്. അത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം തന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഉണ്ടെങ്കിൽ, നമ്മുടേതായിട്ടുള്ള ഇട്ടുകൂട്ടി വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പണിയായിരിക്കും അത് എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അപകടം
വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ അപകടം എന്താണ്? ഒന്നാമത്തെ അപകടം എന്താ പറഞ്ഞത്? ടൈം എടുക്കുന്നത് അല്ലേ? എത്രയും വേഗം വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയണം. അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ 36 ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒറ്റ ഉത്തരവാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഉടനെ അമ്മ പറയണത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ലൂക്ക 1:38 അതിൽ നിസ്സാര കാര്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴേ അതിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. ദൈവം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള കുറേ ആത്മീയ മുദ്രകളുണ്ട്. അതെല്ലാം കൂടിയാണ് ഒറ്റ പ്രൊക്ലമേഷനിലാണ്. എന്താണ്? വിശ്വാസം ഉണ്ട് അതിൻ്റെ അകത്ത്, പ്രത്യാശ ഉണ്ട് അതിൽ, ദൈവസ്നേഹം ഉണ്ട് അതിൽ. ഇത് മൂന്നും കൂടിയിട്ടാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. എന്താണ്? സമർപ്പണം. വിശ്വാസം, പ്രത്യാശ. അതുകൊണ്ടാണ് അമ്മ പറയണം, അമ്മ പറയണത് എന്താണ്? അപ്പ ഞാനിത് വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, എല്ലാം ഔട്ട് ഓഫ് ലവ്. അതാണ് പ്രശ്നം. നമ്മൾ വിശ്വസിക്കുക. അമ്മ മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അമ്മയുടെ വിശ്വാസം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അമ്മയ്ക്കത് മനസ്സിലാവത്തില്ല. ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ. പക്ഷെ റീസണബിൾ അല്ലെങ്കിലും അമ്മ പറയും, അപ്പ ഇത് ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ എന്താണ്? ഇത് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ്. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹമായില്ലേ? ഇതെല്ലാം കൂടി ഒറ്റ വാക്കാണ് അമ്മ പറയണത്. ദാസി, സമർപ്പണം. പ്രാർത്ഥിക്കുക, കർത്താവേ അമ്മയെപ്പോലെ എനിക്ക് സമർപ്പണത്തിന്റെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നിറഞ്ഞ സമർപ്പണത്തിന്റെ വരമായി എന്നെ അഭിഷേകം ചെയ്യണമേ. Hallelujah, hallelujah. കാരുണ്യമേ, സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.